ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ വിശ്വാസം? ആ വിശ്വാസത്തെക്കുറിച്ച് ഈ സത്യവേദ പുസ്തകത്തിൽ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-3 തിരുവചനങ്ങളാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, സയൻസ് വളരെ ആധികാരികമായി വളർന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ ജീവിക്കുന്ന ദൈവമായ, ജീവിക്കുന്നവരുടെ കൂടെ വസിക്കുന്ന യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസം എന്തായിരിക്കണമെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൗലോസ്ലീഹ വഴി ദൈവമായ കർത്താവ് നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. പ്രത്യാശിക്കുന്നവ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കുമെന്ന ഉറപ്പ്, ഇതുവരെ നിങ്ങൾ കാണാത്തവ ഉണ്ടായിരുന്നു എന്ന ബോധ്യം, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഒരു മനുഷ്യൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത്. അത് വിശ്വസിക്കാത്ത ഒരുവൻ ദൈവമകനായിരിക്കണമെന്ന് നിർബന്ധമില്ല. സയൻസ് എന്തു പറഞ്ഞാലും സത്യവേദ പുസ്തകമായ ഈ സുവിശേഷത്തിൽ ദൈവമായ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആ ദൈവവചനത്താലാണ് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുത്രനാണ്. കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നും ഉണ്ടായി എന്നും വിശ്വാസം നമുക്ക് വേണം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ നിമിഷം ഈ ദൈവവചനത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് അളന്നു നോക്കാം. എൻ്റെ വിശ്വാസം എന്തിനു വേണ്ടിയാണ്? പലതും നേടാൻ വേണ്ടി മാത്രമുള്ള ഒരു വിശ്വാസമാണോ? അതോ ലോകത്തിൻ്റെ മുന്നിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസമാണ്? അതോ ജീവിക്കുന്നവരുടെ ദൈവമായ, ഇപ്പോഴും നമ്മളൊപ്പം വസിക്കുന്ന യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസമാണോ? നീ കാണാത്തതും എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഈ ഭൂമി സൃഷ്ടിച്ചത് ദൈവവചനത്താലാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? നീ പ്രത്യാശിക്കുന്നത് എന്തും നിനക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസമുണ്ടോ? ആ വിശ്വാസം നിൻ്റേത് ദൃഢമാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നതെന്തും നിൻ്റെ ഭവനത്തിൽ ഇന്ന് സംഭവിക്കും. നീ എന്ത് ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നോ അത് നിനക്ക് ലഭിച്ചിരിക്കും. നിൻ്റെ വിശ്വാസം കടുമണിയെപ്പോലെ ചെറുതാണെങ്കിൽ പോലും ആ യേശുക്രിസ്തുവിൽ നീ പൂർണ്ണമായിട്ട്
അന്ധമായിട്ട് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്കത് ലഭിക്കുക തന്നെ ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും സമർത്ഥമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലുള്ള ഒരു വാഗ്ദാന പേടകം പോലെയായി മാറട്ടെ എന്ന് യേശുവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.